വിധങ്ങൾ പറയുന്നത്, അതായത് നമ്മളിപ്പോൾ നോമ്പെടുക്കുന്നത് എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? തുറമുദ് ഇദ്രിക്കുന്ന ഹദീസാണ്. നബിതങ്ങൾ പറയാണ്, മാ മലഅബ്നു ആദമ ബിആൻ ശർറൻ മിൻ ബത്നി. ഒരു മനുഷ്യൻ ഫില്ല് ചെയ്യുന്ന നിറക്കുന്ന പാത്രത്തിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട പാത്രം അവൻ്റെ പള്ള എന്ന പാത്രമാണ്. ബക്കറ്റ്, കോപ്പ അല്ലെങ്കിൽ കുടുക്ക, ഏത് പാത്രമാട്ടെ, നമ്മൾ നിറക്കുന്ന പാത്രങ്ങളിൽ വെച്ച് ലോകത്ത് ഏറ്റവും നിറക്കപ്പെടുന്ന മോശപ്പെട്ട പാത്രം അവൻ്റെ പള്ളയാണ്. ഹസ്ബുബിനു ആദം ഉക്കുലാത്തിൻ യുക്കിംന സുൽബഹു. ഒരു മനുഷ്യന് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയ, അവൻ്റെ മുതുകിനെ നിവർത്തി നിർത്താൻ പറ്റിയ രൂപത്തിലുള്ള ഫുഡ് മതി. ഒരു മനുഷ്യർക്ക് അത്ര മതി. ഒരു മനുഷ്യർക്ക് എത്ര മതി? ഉക്കുലാത്തിന് കുറച്ച് തിന്നുക. എങ്ങനെ? യുക്കിംന സുൽബു, ഒരു നീച്ചെടുക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഭക്ഷണം ഉണ്ടായാൽ മതി. ഫൈൻകാനല്ല മഹാരത്ത, ഇനി കൂടാതെ കജൂരാന്നുണ്ടെങ്കിൽ തിന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നഫുസുലി ത്വാമി, 1/3 ഫുഡിന് ഗ്യാപ്പ് ഇടുക, 1/3 തിന്നട്ടെ. വസുരുസുലി ഷറാബിഹി, 1/3 വെള്ളത്തിന് വേണ്ടിയിട്ടും. വസുരുസുലി നഫസഹി, 1/3 ശ്വാസോച്ഛ്വാസം നടക്കാൻ വേണ്ടിയിട്ടും. 1/3 ശ്വാസത്തിന് വേണ്ടിയിട്ട് അവിടെ ഗ്യാപ്പ്. ഇങ്ങനെ 1/3 ഭക്ഷിക്കണമെന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദി, നസായി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇബ്നു മാജ ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോമ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നിയന്ത്രണം പഠിപ്പിക്കാനുള്ള ഒരു വലിയ പ്രോസസ്സാണ്, ഒരു പ്രതിഭാസമാണ്. നിയന്ത്രണം ശാസ്ത്രം പറയുന്നത് 21 ദിവസം കൊണ്ട് നമുക്ക് ശീലാകുന്ന ഭക്ഷണം ചെയ്ത് അങ്ങനെ തന്നെ. അതാ റമദാനിൽ 30 ദിവസത്തെ പീരീഡ്. അതാണ് നമ്മളെ ശരീരത്തെ മനസ്സ് നിയന്ത്രിക്കണം, മനസ്സിനെ ശരീരം നിയന്ത്രിക്കരുത്. ഒരുപാട് ഫുഡ് കഴിക്കണം എന്ന് നമ്മളെ ശരീരം പറയും, പക്ഷെ മനസ്സ് നിയന്ത്രിക്കുക ശരീരത്തെ. ഇങ്ങനെ നമ്മളെ മനസ്സിൻ്റെ അണ്ടർ മൈ കൺട്രോളിൽ നമ്മളെ ശരീരം വരലാണ് നോമ്പിൻ്റെ ലക്ഷ്യം. അതാണ് ലഅല്ലക്കും തത്തഖൂൻ എന്നൊക്കെ പറഞ്ഞാൽ. തീരെ എപ്പോഴും മധുരം ഉപയോഗിക്കുന്ന ഒരാൾ, നന്നായി പഞ്ചസാര ഉപയോഗിക്കുന്ന ആൾ, പഞ്ചസാര ഇല്ലാത്തൊരു ചായ എടുക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറായിരിക്കും, ഫീൽ ചെയ്യും. ഒരു രസവും ഉണ്ടാവില്ല, ആകെ ചടപ്പായിരിക്കും. പക്ഷേ അവനത് ശീലിച്ച് നോക്കട്ടെ. പഞ്ചസാര ഇടാത്ത ചായ കുടിച്ച് അങ്ങ് ശീലിച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ഇട്ട ചായ തൊള്ളേക്ക് വെക്കുമ്പോഴേക്ക് ഇടങ്ങാറായിരിക്കും. എന്താ കാരണം? ശരീരം അങ്ങ് ലയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഏതും അങ്ങനെ തന്നെ. നമ്മൾ സാധാരണ ഫുഡ് അടിക്കുന്ന സമയം ഉച്ചക്ക് 1.5 മണിക്കാണെങ്കിൽ 1.5 മണിക്ക് നമുക്ക് നല്ല വിശപ്പുണ്ടാവും. ആ 1.5 മണി കഴിഞ്ഞ് പിന്നെ എന്തോ തിരക്കിൽ പരിപാടിയോ വേറെ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സോ മറ്റൊക്കെ വെച്ച് 2:30-3 ആകുമ്പോൾ വിശപ്പാണ്ട് പോവും. എങ്ങനെ വിശപ്പ് പോകണത്? വിശപ്പ് പോയിട്ടല്ലത്, സമയം തെറ്റുമ്പോൾ പിന്നെ നമ്മളെ ശരീരം മനസ്സിന് പാകപ്പെട്ടു. പിന്നെ മനസ്സ് വേറെ ഷുഗറിലായപ്പോൾ പിന്നെ ഭക്ഷണം വേണ്ടാച്ചു. നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം, പെട്ടെന്ന് വിസർജിക്കാൻ മുട്ടി അല്ലെങ്കിൽ മൂത്രയിക്കാൻ മുട്ടി. അപ്പോൾ നോക്കുന്ന സമയത്ത് അവിടെ ബാത്റൂമും കാര്യമൊന്നുമില്ല, ഇനി കുറേ പോകണം. അപ്പോൾ നമ്മളെ മൂത്രയിക്കാൻ മുട്ടാണ്ട് പോയിക്കാൻ പോയി എടുക്കും പോയിട്ടില്ല. നമ്മളെ ശരീരം മനസ്സിന് നിയന്ത്രിക്കപ്പെട്ടു. ഇപ്പോൾ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മൂത്രയിക്കാൻ ഉണ്ടാവില്ല. ഇനിയൊരു വഴിക്ക് നമ്മളിങ്ങനെ പോവാണ്, ബസ്സിലോ കാറിലോ. അപ്പോൾ ഒരാൾക്ക് മൂത്രയിക്കാൻ ഇറങ്ങിപ്പോയി, അപ്പോൾ എല്ലാവർക്കും മുട്ടും. ഒരാൾക്ക് മൂത്രയിക്കാൻ മുട്ടിയാൽ മതി. ഇതൊക്കെ മനസ്സാണ്. അപ്പോൾ ഈ മനസ്സിനെ നിയന്ത്രിക്കുക ഫുഡ് കൺട്രോളിലൂടെ, ഭക്ഷണ നിയന്ത്രണങ്ങളിലൂടെ, ലൈംഗിക ആസക്തികളിൽ നിന്ന് മനുഷ്യനെ മെല്ലെ പിന്തിരിപ്പിച്ച് ഈ ശീലമാക്കുക എന്നുള്ളതാണ് റമളാൻ പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക. ഇനി കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ പറയാണ്, ഇയ്യാക്കും വൽ ബത്ന, നിങ്ങളെ പള്ള ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ പറയാനുള്ള യോഗ്യത നമുക്ക് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഭക്ഷണം മുമ്പിൽ കിട്ടിയാൽ നമ്മളൊക്കെ തിന്നും, പക്ഷെ നമ്മൾ സംഗതി മനസ്സിലാക്കുക, നിയന്ത്രിക്കുക. മഹാനവർ പറയാണ്, ഇയ്യാക്കും വൽ ബത്ന, നിങ്ങൾ പള്ള ശ്രദ്ധിക്കണം. നബിതങ്ങൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, റസൂലുള്ളാഹിക്ക് കുടവയറില്ലായിരുന്നു എന്നുള്ളതാണ്. കുടവയർ പള്ള ചാടിന് റസൂലുള്ളാഹിക്ക് ഇല്ലായിരുന്നു. വേറെ നമുക്ക് നബിതങ്ങൾ A to Z ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് അവൈലബിൾ, ഹിസ്റ്റോറിക്, എല്ലാ ചരിത്രത്തിലുണ്ട്. നബിതങ്ങളെ താടി, നബിതങ്ങളെ കൈ, കാല്, മുടി എല്ലാം കറക്റ്റായിട്ട് A to Z ഉണ്ട്. പക്ഷേ നബിതങ്ങളെ വയറിനെ പറ്റി വയറ് ചാടിയത് ലോക ചരിത്രത്തിലില്ല. നബിതങ്ങൾക്ക് വയറ് ചാടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതാണ് വിഷയം. ഇയ്യാക്കും വൽബത്ത്, നിങ്ങളെ പള്ള ശ്രദ്ധിക്കണം. ഫഇന്നഹാ മക്സലത്തുൻ അനിസ്സലാത്തി, പള്ള എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ മടിയക്കാരം, നിസ്കരിക്കാൻ നിങ്ങൾക്ക് മടുപ്പുണ്ടാക്കും നിങ്ങളെ വയറ്. മഫ്സദത്തുൽ ലിൽ ജിസ്മ്, നിങ്ങളെ തടി കേടെടുത്തും, നിങ്ങളെ ശരീരം കേടെടുത്തും നിങ്ങളെ വയറ്. മുഅദ്ദിയത്തുൻ ഇല സഖം, കൊണക്കടിലേക്കും രോഗത്തിലേക്കും നിങ്ങളെ വയറ് നിങ്ങളെ കൊണ്ടുപോകും. 1400 വർഷങ്ങൾക്ക് മുമ്പ്, 14 നൂറ്റാണ്ട് മുമ്പ് പറയാം. വഅലൈക്കും ബിൽ ഖസ്ദി ഫീ ഖുവ്വത്തിക്കും, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, മിതത്വം നിങ്ങൾ പാലിക്കണം. നമ്മൾ വയറ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെ പള്ളേ നമ്മൾ കരുതിയത്. സ്റ്റൊമക്ക്, ആമാശയം കുറച്ചേ ഉള്ളൂ. അത് ഇന്ന് നമ്മൾ ഫുഡ് അടിക്കണതനുസരിച്ച്, ഭക്ഷണത്തിനനുസരിച്ച് അതിങ്ങനെ അങ്ങനെ നീണ്ട് വിശാലായിട്ട് പോവാണ്. കുറച്ചുള്ളൂ നമ്മളെ വയറ്, ആമാശയം കുറച്ചുള്ളൂ. പിന്നെ അപ്പുറത്തുള്ള പിന്നെ വേറെ മറ്റുള്ള ഫിസിക്കൽ ഓർഗൻസാണ്, മറ്റുള്ള അവയവങ്ങളാണ്. ചെറുകുടലുണ്ട്, വൻകുടലുണ്ട്, പാങ്ക്രിയാസ് ഉണ്ട്, കിഡ്നി ഉണ്ട്, ലിവർ ഉണ്ട്, വേറെ ഒരുപാട് വസ്തുക്കളുണ്ട്.
ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം ഗ്യാപ്പ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കി ഈ കാണുന്നതൊക്കെ എൻ്റെ പള്ളയാണല്ലോ, ഈ കാണുന്നതൊക്കെ എൻ്റെ വയറാണല്ലോ എന്നാണ് കരുതിയത്. അതിന് ഭക്ഷണം ചെല്ലേണ്ട ഗ്യാപ്പ്, ഭക്ഷണത്തിനുള്ള വേക്കൻറ്റ് വളരെ കുറച്ചുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഭക്ഷണം കൂടിക്കഴിഞ്ഞാൽ, കൂടുതൽ പള്ള നിറച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അത് ദഹിപ്പിക്കണമെങ്കിൽ കൂടുതൽ ബ്ലഡ് വേണ്ടി വരും. കൂടുതൽ ബ്ലഡ് വേണ്ടി വരുമ്പോൾ ഹൃദയത്തിന് കൂടുതൽ സ്ട്രെസ് എടുക്കേണ്ടി വരും. സംശയമൊന്നുമില്ല, സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. ഷുഡ് ബി സ്ട്രെയിൻ ഫോർ ഡൈജഷൻ. അത് ഭക്ഷണം പിന്നെ നമ്മുടെ വയറ്റിൽ നിന്ന് ഉള്ള ഭക്ഷണം ദഹിക്കണമെങ്കിൽ ഹൃദയം പമ്പ് ചെയ്യേണ്ട രക്തം കൂട്ടേണ്ടി വരും. പമ്പിങ് ശക്തിയായി കൂട്ടേണ്ടി വരും. അങ്ങനെ ശക്തിയായിട്ട് കൂടുമ്പോൾ ഹൃദയത്തിന് സ്ട്രെയിൻ ചെയ്യും. മാത്രമല്ല, ഫുഡ് കോമ എന്നൊരു സംഗതി ഉണ്ട്. കോമ അതായത് ഫുഡ് നന്നായി അടിക്കുമ്പോൾ സമയത്ത് ബ്രെയിനിലേക്കുള്ള സർക്കുലേഷനും കുറയും. അതുകൊണ്ടാണ് നല്ലൊരു മന്തി തിന്നാൽ, നല്ലൊരു ബിരിയാണി പള്ളറച്ച് തിന്നാൽ മയക്കായിരിക്കും, ഭയങ്കര ക്ഷീണം, ഭയങ്കര ഉറക്കം. ബ്രെയിൻ കോമയിലായി, അങ്ങോട്ടുള്ള സർക്കുലേഷൻ നിന്നു, കൂടുതൽ ബ്ലഡ് സ്റ്റൊമക്കിലേക്ക്, ആമാശയത്തിലേക്ക് ദഹിപ്പിക്കാൻ കൊടുക്കേണ്ടി വന്നു. ഇതൊക്കെ ശാസ്ത്രീയമായ യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് കൂടാതെ കഴിയുമെങ്കിലും 3 തിന്നാൽ മതിയോടോ, അല്ലെങ്കിൽ കുറച്ച് മതി. ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയൂലെങ്കിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കാം. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യേണ്ടി വരും കൂടുതൽ ബ്ലഡ് ഇത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൃദയത്തിന് കംപ്ലൈൻ്റ് ആണ്, പ്രശ്നമാണ്, തലച്ചോറിന് കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹൃദയം വളരെ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. എക്സ്ട്രാ 1.5 ലിറ്റർ എക്സ്ട്രാ അവൻ്റെ ബ്ലഡ് ആമാശയത്തിലേക്ക് തിരിച്ചു വിടേണ്ടി വരും. ട്രാഫിക് ജാം വരും, വണ്ടി തിരിച്ചു വിടുന്ന മാതിരി 1.5 ലിറ്റർ എക്സ്ട്രാ തിരിച്ചു വിടേണ്ടി വരും ഇത് ദഹിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നരക്കപ്പെടുന്ന പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും ദുർഘടമായ മോശമായ പാത്രം മനുഷ്യന്റെ വയറാകുന്ന പാത്രമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്രമേ അത്ഭുതമാണ് മനുഷ്യന്റെ ശരീരം, ചിന്തിക്കാനിട്ടാണ്. ഒരു ദിവസം നമ്മുടെ ശരീരം എത്ര ബ്ലഡ് പ്ലംബ് ചെയ്യുന്നു. നമ്മുടെ ഹൃദയം 8 ക്യൂബിക് മീറ്റർ, അതായത് 40 ബാരൽ. ഒരു ക്യൂബിക് മീറ്ററിന് 5 ബാരലാണ്. അപ്പോൾ 8 ക്യൂബിക് മീറ്റർ ആകുമ്പോൾ 40 ബാരൽ. അത്രയും ബ്ലഡ് നമ്മുടെ ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-60 വയസ്സുള്ള മനുഷ്യൻ കേട്ടോ, 60 വയസ്സാകുമ്പോഴേക്ക് അവൻ്റെ ഹൃദയം പമ്പ് ചെയ്ത രക്തത്തിൻ്റെ കണക്ക് എത്ര എന്നറിയോ? UAE ബുർജ് ഖലീഫിൻ്റെ അത്ര ഉണ്ടാവും. അത്ര ഈ ബാരലുകൾ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചാൽ ബുർജ് ഖലീഫിൻ്റെ അത്ര ഉയരമുണ്ട്. അത്രയും ബ്ലഡ് പമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട അലിയാർത്തങ്ങൾ പറയുന്നുണ്ട്, അടാ നീ നിന്നെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ? അലിയാർത്തങ്ങൾ മനോഹരമായ പാട്ട് പാടിയിട്ടുണ്ട്. നിന്റെ എല്ലാ മരുന്നുകളും നിന്നിലുണ്ട്. നിന്റെ ശരീരത്തിനാണ് എല്ലാ മരുന്നും ഉള്ളത്. വമാ തുബ്സിറു, കാണാൻ നിനക്ക് കണ്ണില്ല. എല്ലാ മരുന്നുകളും നിന്റെ ശരീരത്തിൽ തന്നെയുണ്ട്, പക്ഷേ അത് കാണാനും തിരിച്ചറിയാനും നിനക്ക് കഴിയുന്നില്ല. വദഊക മിൻക വമാ തശ്ഉറു, രോഗം അന്നിൽ തന്നെയാണ്. വദഊക മിൻക, നിന്റെ രോഗങ്ങളും നിന്നിലാണ്, പക്ഷേ വമാ തശ്ഉറു, നിനക്ക് തിരിച്ചറിയാനും കഴിയുന്നില്ല. വതസ്ഉമു അന്നക ജിർമുൻ സഗീറു, നീ ഒരു ചെറിയ തടിയാണെന്നാണ് എൻ്റെ പൂതി. ഞാൻ ചെറിയൊരു ശരീരം, ഇത് ഞാൻ മനസ്സിലാക്കണ്ട. വിശാലമായ ലോകമാണ് നിന്റെ ശരീരത്തിനുള്ളത്. വിശാലമായ വലിയ ഒരു പ്രപഞ്ചം തന്നെയാണ് നിന്റെ ശരീരം. നീ ചെറിയതല്ല. എപ്പോഴും പറയണ പോലെ ലോകത്തെ ഏറ്റവും ഒരു അത്ഭുതം നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിയാണ്. ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടല്ലോ, ഈ സമയത്ത് ഒരു വലിയ കമ്പനിയിൽ നടക്കുന്ന പണി അതിനേക്കാളും വലുത് നിങ്ങളുടെ ശരീരത്തിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒച്ചയും കേൾക്കണില്ല. ഫാൻ്റെ ഒച്ചേക്കും. അല്ലാ, ആ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണത്? ഫാനൊക്കെ ഓഫ് ചെയ്യണത്. ഇപ്പം ഈ ക്ലാസ് ഞാൻ എടുക്കണം, നിങ്ങളിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഒച്ച ഉണ്ടാവും. എന്നാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലൊക്കെ ഈ ചെറിയൊരു ഫാൻ കറങ്ങാൻ എത്ര സൗണ്ട് ഉണ്ട്. ഈ ഫാൻ കറങ്ങണ ഈ ചെറിയ പ്രോസസ്സർ നടക്കുന്നുള്ളൂ. അതിനേക്കാൾ ഇത്രയും വലിയ പരിപാടി നമ്മളെ പള്ളൻ്റെയും നമ്മുടെ നെഞ്ചിൻ്റെയും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഒരു ഒച്ചപ്പാടും പുറത്ത് കേൾക്കണില്ല. ഒരൊച്ചപ്പാടും കേൾക്കണില്ല. നിങ്ങൾ പോയി ഇങ്ങനെ കോമൺവെൽത്തിൽ ഓട്ട് കമ്പനിയിൽ പോയാൽ ചിലപ്പോൾ അതിനുള്ളിൽ ചെന്നാൽ ഒച്ചപ്പാടുണ്ടാവും. ഒരു ജനറേറ്റർ ഓണാക്കിയാൽ എത്രങ്ങാനും ഒച്ചപ്പാടുണ്ടാവും. അങ്ങനെ ഏത് കമ്പനി ചെന്നാലും ഒരുപാട് ഒച്ചപ്പാടുണ്ടാവും. വളരെ വലിയ ഒച്ചപ്പാടായിരിക്കും. എന്നാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ തിന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നുണ്ട്. കരൾ വർക്ക് 5000 ഫംഗ്ഷൻ ആ കരൾ ചെയ്യുന്നത്. ഒരു സമയത്ത് ഒരേ സമയത്ത് 5000 ഫംഗ്ഷൻ. എനിക്കും ചെയ്യാൻ പറ്റില്ല.
നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റും. 5000 ഫംഗ്ഷൻ ഒരേ സമയത്ത് നമ്മളെ കരൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിത്തൗട്ട് ലിവർ ഒരു മനുഷ്യന് 3 hours 3 മണിക്കൂർ മാത്രമേ ആയുസുള്ളൂ. 3 മണിക്കൂർ ഞാൻ മരിച്ചു. അതാണ് ലിവർ ചെയ്യുന്ന ഫംഗ്ഷൻ. അതിന് കംപ്ലൈൻറ്റ് എന്നാലോ? അതാണ് പഴയ കാലത്തൊക്കെ ഒറ്റ ഡോക്ടറേ ഉണ്ടാവുള്ളൂ. ഒരൊറ്റ ഡോക്ടർ എല്ലാ കൊണക്കോടും മൂപ്പരും മരുന്ന് കൊടുക്കും. ഇന്നിപ്പോൾ കണ്ണിന് വേറെ, തൊണ്ടക്ക് വേറെ, ചെവിക്ക് വേറെ, ഞരമ്പിന് വേറെ, കിഡ്നിക്ക് വേറെ, ലിവർ ഡിസീസിന് വേറെ, മുട്ടുംകാലിന് വേറെ, എല്ലിന് ഒക്കെ വേറെയായി. കാരണം എന്താ? അത്രയും ഡീറ്റെയിൽഡ് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയ അത്ഭുതമാണ് മനുഷ്യൻ. അതുകൊണ്ട് ചെറിയ ഒന്നാണ് നീ എന്ന് മനസ്സിലാക്കരുത്. വലിയ ലോകം നിന്നിലടങ്ങിയിട്ടുണ്ട്, വലിയ ലോകം അടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഒന്നും ഒച്ചപ്പാട് കേൾക്കണില്ലല്ലോ. നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്നതും തിന്ന ഭക്ഷണം മൂത്രമാക്കുന്നതും കാഷ്ടമാക്കുന്നതും കഫമാക്കുന്നതും പിത്തമാക്കുന്നതും നീരാക്കുന്നതും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തേ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ആയി വരണ്ടേ. പാലാണെങ്കിൽ നോക്കി എടുത്തിട്ട് പറയുന്നുണ്ട്. ആട്ടിൻ്റെ പാലാണെങ്കിലും മനുഷ്യൻ്റെ പാലാണെങ്കിലും പിന്നെ പശുവിൻ്റെ പാലാണെങ്കിലൊക്കെ പച്ചക്ക് പറഞ്ഞാൽ തീട്ടത്തിൻ്റെയും ചോരൻ്റെ ഇടയിൽ കൂടെയാണ് പാലിങ്ങനെ വരുന്നത്. ഖുർആൻ എടുത്ത് പറഞ്ഞ മിംബൈനി ഫർസിൻ വദമിൻ, രക്തത്തിൻ്റെയും ചാണകത്തിൻ്റെയും ഇടയിലൂടെയാണ് പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അവിടിങ്ങനെ കറന്നിറക്കുമ്പം ആ പാൽ വയ്ക്കണം എന്തോരം നല്ല വൈറ്റ് മിൽക്ക്, നല്ല വെളുത്ത പാല് അല്ലേ. അത്രയും നല്ല വെളുപ്പ് വേറൊന്നുമില്ലല്ലോ. അത് എവിടുന്നാണ് വരേണ്ടത്? അപ്പുറത്ത് കാഷ്ടമാണ്, ചാണകമാണ്, ഇപ്പുറത്ത് ചോരയാണ്. ഈ ചോരൻ്റെ ഇടയിൽ കൂടെ കാഷ്ടത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വൈറ്റ് മിൽക്ക് വരുമ്പോൾ ചോരയുടെ മണം, ചോരയുടെ നിറം മുതലില്ല, കാഷ്ടത്തിൻ്റെ ഗന്ധവുമില്ല. എത്ര ദമനൻ സാവിഗൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. അപ്പം അങ്ങനെ അതിൻ്റെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ചിന്തിച്ച് നോക്കുക, നമ്മുടെ ഉള്ളിലൊക്കെ എത്ര വലിയ എന്നിട്ട് ശബ്ദ മലിനീകരണങ്ങളില്ല, ഒച്ചപ്പാടില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഹൃദയം ഉറങ്ങണില്ലല്ലോ. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഹൃദയം ഇറങ്ങിയാൽ ചത്തു, പിന്നെ നമ്മളത് പോയി. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനൊക്കെ ഇങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്യണം. അതിനാണ് റമദാൻ നോമ്പ്. പക്ഷേ നമ്മൾ നേരെ മറിച്ചാണ്. നമ്മൾ മാക്സിമം അടിച്ച് കയറ്റാനാണ് നമ്മൾ ശ്രദ്ധിച്ചെടുക്കുന്നത്. ഇത് ഹദീസാണ്. ശാസ്ത്രം അവിടെ നിൽക്കുക ഹദീസാണ്. എന്ത് മാ മല ഇബ്നു ആദമ ബിഅൻ ശർറൻ മിൻ ബത്നി. അപ്പോൾ നോമ്പ് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കുക. മാക്സിമം അടിച്ച് കയറ്റുന്നില്ല അല്ല. ഡയറ്റിങ് ഏറ്റവും വലിയ ചികിത്സയായിട്ടെന്ന് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ. അപ്പോൾ റമദാൻ കൊണ്ട് മനസ്സിലാക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ നമ്മളെന്ത് ചെയ്യും? നമ്മളെ മനസ്സും നിയന്ത്രിക്കപ്പെടും. പഴയ കാലത്ത് തിന്ന് മതം കുത്തുക എന്നറിയും പഴയ കാരണന്മാർ. കുട്ടികൾ പറഞ്ഞേക്കഴിഞ്ഞാൽ കുർത്തുകേട് വെച്ച് തിന്ന് കയറിയിട്ടാണ്, തിന്ന് മതം കുത്തുകയാണ്, നരമ്പിടുക എന്ന് പറയും. ഈ ഫുഡ് തന്നെയാണ് വിഷയം. അപ്പോൾ ഫുഡ് അടിക്കണ്ടെന്നല്ല, ഭക്ഷണം വേണ്ടെന്നല്ല, നമ്മൾ ഓവറായി കഴിക്കാതിരിക്കുക. അത് നമ്മൾ സൽക്കരിക്കുന്ന ആൾക്കാരും വെറുപ്പിക്കാൻ പാടില്ല. ഒരു കല്യാണത്തിന് പോയാൽ കേട്ടോ, ഒരു സൽക്കാരത്തിന് പോയാലും എന്ത് ചെയ്യും? കായ് കൊടുക്കാൻ അല്ല, 5ൻ്റെ കായ് കൊടുക്കാൻ തയ്യാറല്ല. വേറെ ആരാൻ്റെ ഭക്ഷണത്തിന്, ആരാൻ്റെ കല്യാണത്തിന് ചോറിട്ട് കൊടുക്കാൻ ഭയങ്കര സൽക്കാരിക്കാരം. വരി ചോറയ്ക്ക് അത് വെറുപ്പിക്കലാണ്. അങ്ങനെ ഉണ്ട് അതിലെ കല്യാണം ആദ്യത്തോടത്തേക്ക് ചെന്നാലേ ഓന് വേണ്ടി, അല്ലെങ്കിൽ എന്തിനാ അവർ ഇടങ്ങാറാക്കേണ്ട ആവശ്യം? ആദ്യം ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയൊക്കെ ചോദിച്ചു. ഇതില്ലാതെ ചോറ് വെച്ചിട്ടേ വിടുള്ളൂ. അപ്പുറത്ത് വേറൊന്ന് സ്ഥലത്ത് ചോറ് വെച്ചിട്ടേക്കാരും നല്ലൊരു ബർക്കത്തിന് വേണ്ടി ഇരുന്നോളി. നമുക്ക് വൃത്തികെട്ട വാക്കാണ് ഈ ബർക്കത്തിന് വേണ്ടി ഇരുന്നത്. അത് ബർക്കത്തൊന്നും ഉദ്ദേശിച്ചില്ല. വെറുതെ ഒരു ഫോർമാലിറ്റി കണ്ട് പറയാം. ബർക്കത്തൊക്കെ ഉണ്ട്, ശരിയാണ്. എന്ത് ബർക്കത്താണ്? പള്ളറച്ച് തിന്നിട്ട് പിന്നെയും കുത്തി കയറ്റി കൊണക്കൂടും വീടുണ്ടാക്കൽ ബർക്കത്താണ്. ഇനി ബർക്കത്ത് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും ഇരിക്കുന്നിടത്ത് നമ്മളത് ഇരുന്നിട്ട് ഒരു മുള്ളു നീച്ചാൻ പറ്റുമോ? മോശത്തരല്ലേ? ആൾക്കാരുടെ ഒരു സഭയിൽ ഇരുന്നിട്ട് ഒരു പിന്നെ ടേബിളിൽ ഇരുന്നിട്ട് നമ്മൾ ബർക്കത്തിനോട് ഒരു പിടി തിന്നിട്ട് നീച്ചു വരുമ്പോൾ ആൾക്കാരൊക്കെ നോക്കൂലേ? അപ്പോൾ ഓർക്കും ഒപ്പം ഇരിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഇരുത്താതിരിക്കുക, വിളിച്ചാതിരിക്കുക. ഇപ്പോൾ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ഇന്നലെ CH പിരിവായിരുന്നു. CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ എപ്പോഴും പറയും എനിക്ക് ഏറ്റവും വേണ്ടത്, പൊതുപ്രവർത്തകർക്ക് വേണ്ടത് സഹനവും ദഹനവുമാണ് പറയും. ദഹനക്കേടും ഈ സഹനവും ദഹനവുമാണ്. എല്ലാവരും സൽക്കരിക്കുമ്പോഴേ എല്ലാവരും ഭക്ഷണം കൊടുത്തിട്ട് ദഹനം കുറഞ്ഞ അസുഖമായിട്ടാണല്ലോ അവർക്ക് മരിച്ചത്. അപ്പം സഹനവും വേണം, ദഹനവും വേണം എന്ന് പറയും. നിർബന്ധിക്കരുത്. ഭക്ഷണം കയറ്റരുത്. ഒരു മനുഷ്യൻ കുത്തിക്കയറ്റുന്ന പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ടത് വയറാണ്. അത് വളരെ ശ്രദ്ധിക്കണം. ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. വെള്ളം അങ്ങനെ തന്നെ. അപ്പോൾ ഇതിനൊക്കെ ഒരു ഇസ്ലാമിക് അടിത്തറ നമുക്കുണ്ട്. ഹദീസിൻ്റെ ആയത്തിനൊക്കെ വെളിച്ചത്തിലായിരിക്കണം. ഇതൊക്കെ പറയാനും കേൾക്കാനൊക്കെ സുഖമാണ്, പക്ഷേ ജീവിതത്തിൽ പകർത്താൻ കഴിയണം. ഇതൊക്കെ ഹദീസാണ്. അല്ലാഹു തആല നമുക്ക് നാഫിഅ ഇൽമ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.